ഹലോ, ഗുഡ് മോർണിംഗ്. തീ കത്തിച്ച് കഞ്ഞി അടുപ്പത്തിട്ടു. അപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടാ. വേവാറല്ലേ, തിളച്ചു. അപ്പം എല്ലാവരും നേരത്തെ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ടുണ്ടെന്ന് വിചാരിക്കണം. നമുക്ക് പറ്റുന്ന ജോലികൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തോടു കൂടി ചെയ്യുക. പക്ഷേ നമുക്ക് ഭാരമുള്ളത് എന്നെ സംബന്ധിച്ചിപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഭാരമുള്ള പണി എനിക്ക് ചെയ്തുകൂടാ. ഞാൻ മിനിയാന്ന് കുറച്ച് വിറക് അടക്കി, കുറച്ച് വിറക് കിട്ടാം അടയ്ക്കുള്ളൂ. ഒരു മരം വെട്ടിയിട്ടുള്ള വിറകുണ്ടാകും. അതിനായിട്ട് ഈ സൈഡ് ഫുള്ള് നീര് വന്ന് വയ്യാണ്ടായി. ഭാരമുള്ള പണി എനിക്ക് പറ്റാതെയായി ഗൈസ്. പക്ഷേ എനിക്ക് എൻ്റെ മിറ്റം കിടക്കണമെങ്കിൽ ഒരു വിഷമം. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ചെയ്യണം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല പണികൾ. അപ്പോൾ അങ്ങനെ വീട്ടിലിരിക്കുക. ഞാൻ എൻ്റെ ജോലി പൂവും കൂടി ചെയ്തിട്ട് അങ്ങനെ വയ്യാതെ വെച്ചിട്ടൊന്നും സത്യത്തിൽ ഞാൻ പോയിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് കുറവായിട്ടുണ്ട്. പക്ഷേ എനിക്കിതേ മിനിയാന്ന് ഞാൻ ഭാരമുള്ള എടുത്തപ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ട് വീണ്ടും വേണമെന്നും ഈ സൈഡ് ഫുള്ള് വയറൊക്കെ ഇവിടെ നീരായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. അപ്പം ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടറെ അടുത്ത് പോകണം. അപ്പം എല്ലാവരും പറ്റുന്ന പോലെ പറ്റുന്ന ജോലികൾ നമ്മൾ ചെയ്യണം. നമ്മുടെ രക്തോട്ടം കുറയ്ക്കുക. വയസ്സായിട്ടില്ല ചേട്ടാ. വയസ്സായി എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമാണ്. വയസ്സായിട്ടില്ല, ഹെൽത്തി അല്ലേ. നമുക്ക് ഉണ്ടാക്കാൻ പോണത് ഞാൻ ഭൂരിയാണ് കേട്ടോ. അന്നത്തെ ഫുഡല്ലേ ഭൂരി സ്റ്റോറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് പണികളുണ്ട് കേട്ടോ. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനൊന്നും എൻ്റെ ചെറിയ വീഡിയോ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാനത് ഇടാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ പുറത്തേക്കൊന്നും പോകാൻ എനിക്ക് ഒന്നും ഇല്ല ഇടാനായിട്ട് സത്യത്തിൽ. ഇനിയിപ്പോൾ ആഷ്ലിൻ്റെ ഹോസ്പിറ്റൽ കേസൊക്കെ കഴിയാണ്ടൊന്നും എനിക്ക് പുറത്തേക്കൊന്നും ഞങ്ങൾ പോവില്ല. അങ്ങനെ കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ഇനി എൻ്റെ കൂടെ വായോ, എൻ്റെ വീഡിയോ കാണാം കേട്ടോ. ഓക്കേ. പുളിയുടെ വിറകാകുമ്പോൾ നമുക്കുണ്ടല്ലോ നന്നായി കത്തിയിട്ട് കിട്ടാം. പുളിയുടെ വിറകാണ് ഒത്തിരി പ്രാവശ്യം വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ ചോറ് വേവട്ടെ. കിടുകിട പണികളുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ ഭൂരിനെ രാവിലത്തെ ഫുഡിനെ ഉണ്ടാക്കിയത് വേറെ ഒന്നല്ല. നമുക്ക് ഭൂരിയിൽ 2 തിന്നിട്ട് പോയിട്ട് അവനെ 8:30 ആകുമ്പോഴേക്കും ജിമ്മിന് പോകണം. അപ്പോൾ അവൻ വേഗം വന്നു. ഞാനാണെങ്കിൽ നേരം വൈകി. ജോസേട്ടൻ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു ഹിസ്റ്ററിയില്ല. അപ്പോൾ ജോസേട്ടൻ കൊണ്ടുവരാൻ നേരം വൈകി. അപ്പോൾ ഇത്തിരി താമസിക്കും. അപ്പോൾ ബാക്കി അവൻ വന്നിട്ട് 2:30 കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ ഭൂരി ഉണ്ടാക്കി. പിന്നെ അതേ ജോസേട്ടൻ ചാള വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചാള കറി വയ്ക്കുക. ഇന്നലെ ഞാൻ അയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ തൊടുന്നില്ല. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ചെറിയ കാര്യങ്ങൾ കേട്ടോ. മുറാണ്ട് കുറച്ച് പണികളുണ്ട്. അത് ഞാൻ വേഗം ചെയ്ത് തീർക്കട്ടെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ എസ്റ്റ് കറി ഞാൻ വെച്ചു കേട്ടോ. എസ്റ്റ് കറി വെച്ചിട്ടുണ്ട്. ലിജോ പോവാറാകുമ്പോഴേക്കും ഉണ്ടാക്കി. ഞാനത് പെട്ടെന്ന് വരുമ്പോഴേക്കും 10 മിനിറ്റ് കൊണ്ടാണ് എസ്റ്റ് കറി ഉണ്ടാക്കി. അവൻ അതിനകത്ത് ഉരുളക്കിഴങ്ങ് കൊണ്ടുവരുമ്പോഴേക്കും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ക്യാരറ്റ് സബോള ഇതൊക്കെ നന്നാക്കി കഴുകി സെറ്റാക്കി വെച്ചു. എല്ലാം കൂട്ടിട്ട് വെച്ചു. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെത്തി വില വേണ്ടു. അപ്പോൾ എന്നിട്ട് ഞാൻ തേങ്ങ കരച്ച് വെച്ചു. അപ്പോൾ അവൻ വന്ന വശം അവൻ വരുമ്പോഴേക്കും എല്ലാം അപ്പച്ചേ ഉരുളക്കിഴങ്ങും കൊടുക്കും. അപ്പോൾ അങ്ങനെ ഞാനത് സെറ്റാക്കിയിട്ടാണ് പെട്ടെന്ന്. എനിക്കിത് 2 പൂരി കൂടി ഉണ്ടാക്കാണ്ട് കേട്ടോ. ഞാനത് ഉണ്ടാക്കട്ടെ. കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പൂരിൻ്റെ പണി ചെയ്യും. നമുക്ക് ഭൂരി ഉണ്ടാക്കാനായിട്ട് ഞാൻ കാരണം മറന്നത്. ഞാൻ ഞായറാഴ്ച ചിക്കൻ വറുത്തിട്ട് പെരുന്നാളിന് ചിക്കൻ വറുത്തിട്ടുള്ള അതിലുണ്ടാക്കാന്ന് വിചാരിച്ചത്. അതിലുണ്ടാകുമ്പോൾ ഒരു രസം വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതിലുണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഭൂരി ഉണ്ടാക്കിയത് കേട്ടോ. കൊഴുപ്പന്നെ. പിന്നെ ഓയിൽ കളയാൻ പറ്റിയല്ലോ. 4 ദിവസമായി ഇതിരിക്കണം. അപ്പോൾ അത് കഴിയും. കുറച്ചും കൂടി ഉള്ളൂ. അങ്ങനെ ഞാൻ ബാക്കിയുള്ള ചപ്പാത്തി ഭൂരിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഭൂരി ഉണ്ടാക്കുമ്പോൾ 1 സ്പൂൺ റവയും കുറച്ച് ഡാൽഡയും കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായി മിക്സ് ആക്കി നേരെ ചൂടുവെള്ളത്തിൽ നനച്ച് ഒരു 10-15 മിനിറ്റ് അത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ളത് കിട്ടും. ഞാൻ അധികം വെളിച്ചെണ്ണ ഒഴിക്കാതെ തന്നെ പൊന്തി വന്നിട്ടില്ല. അങ്ങനെ നന്നായി പൊളച്ചിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറേ ഓയിൽ ഒഴിച്ചിട്ട് അത് പിന്നീട് നമ്മൾ കളയണം ചെയ്യണത്. അത് കാരണം നമുക്ക് കഴിക്കാനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ ജോസഫ് പഞ്ചസാര പച്ചക്കറിയൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് മേശപ്പുറമൊക്കെ ക്ലീനാക്കി അവിടെ വൃത്തിയാക്കി. വെള്ളം നിറയ്ക്കാനുള്ള കുപ്പികളൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു കൊടുന്ന് റാക്കിൽ കൊണ്ടുവച്ച് മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നിറയ്ക്കാമല്ലോ. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകാനായിട്ട് എല്ലാ പാത്രം എടുത്ത് ഞാൻ സിങ്കിലിട്ടൊക്കെ ഭംഗിയായി കഴുകി കയറ്റിയിടും. അപ്പോൾ ആദ്യം കുറച്ച് സ്ഥലം ഒഴിവായി കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞാൽ മതി. അതിൻ്റെ ഇടയിൽ കൂടെ ജോസേട്ടനെ കോളൊന്ന് ജോസേട്ടൻ പോയി. സാമൂഹിക പ്രവർത്തനമാണ് ജോസേട്ടൻ്റെ ഒരു വിധം. വീട്ടിൽ ചെയ്യണ ആളധികം പുറമേണ കാര്യങ്ങൾ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ജോസേട്ടൻ. അപ്പോൾ പിന്നെ ആളങ്ങനെ അങ്ങോട്ട് പോയി. കാലത്ത് ഒന്നും അങ്ങനെ കഴിക്കില്ല ആൾ. പുറമെ ചായക്കടയിൽ നിന്ന് ശീലമായിട്ട് അത് ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച ആൾ നടക്കും. പിന്നെ വലിയ കറിയൊക്കെ വന്നു കഴിയുമ്പോൾ ചോറ് വന്നു കഴിഞ്ഞാൽ നന്നായി ഒരു പ്ലേറ്റ് ചോറുണ്ട് ആൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കൊന്നും അങ്ങനെ കഴിക്കാൻ ചില ദിവസങ്ങളിൽ എത്തില്ല. അങ്ങനെയാണ്.
സമയമുണ്ടെങ്കിൽ എത്തും. അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ പാത്രമൊക്കെ മുറി കഴിഞ്ഞ് പതിമുറ ക്ലീൻ ആയിട്ട് പതിമുറത്ത് പാത്രങ്ങൾ ഇരുന്ന പണി കഴിയാത്ത പോലെ ഒക്കെ കഴുകി കഴിഞ്ഞ് ഞാൻ സെറ്റാക്കി എടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ലിജാൻ്റെ മുട്ട പുഴുങ്ങി തൊണ്ട് പുളി അതിൻ്റെ ഉള്ളിൽ കൂടെ പൂച്ചക്കുട്ടി വന്നിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ മഞ്ഞ വേണമെന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് എന്നോട് കുസ്തി പിടിക്കുക. അപ്പം ഞാൻ അത് കൊണ്ടുപോയിട്ട് അവൾക്ക് അതിൻ്റെ മഞ്ഞ പൊളിച്ച് കൊടുത്ത് ലിജാൻ്റെ മുട്ട പുഴുങ്ങിയത് സെറ്റാക്കി പാത്രത്തിലാക്കിയിട്ട് ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അത് കഴുകിയിട്ട് ഞാൻ അതിൽ ലിസ്റ്റ് കയറി കുക്കറിലത്ത് ചെരിഞ്ഞ് വയ്ക്കുന്നു. ഞാനാണെങ്കിൽ എല്ലാ പണികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടാനായാലും എല്ലാ സാധനങ്ങളും വലിയ പാത്രങ്ങളൊക്കെ ഒഴിവാക്കി. അപ്പോൾ നമുക്കിനി ചാള നന്നാകാം. പൂച്ചകൾക്ക് ഇട്ടോ കേട്ടോ അവറ്റങ്ങൾ മീൻ എന്ന് പറഞ്ഞ് നിൽക്കുക അവരെ ഫുഡ് കിട്ടാൻ സമയമായില്ലോ. ഞാൻ അപ്പോൾ അവർക്ക് കുറച്ച് മീൻ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇത് നന്നാക്കി നമുക്ക് ചാറ് വയ്ക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അപ്പാപ്പനും അപ്പച്ചനും മീൻ തന്നെ വേണം. ഇത് വെച്ചാൽ പണി കഴിഞ്ഞു അങ്ങനെ. അപ്പോൾ ഞാൻ ഒരു കെട്ടി ചീര വാങ്ങിച്ചിട്ടുണ്ട്. ആ ചീര കഴുകി ഞാൻ വൃത്തിയാട്ടോ അതൊരു ഉപ്പേരി വെച്ച് ഇന്നത്തൊക്കെ കറി കഴിഞ്ഞു. ഇത് ചീര കേട്ടോ. ചീര എന്ന് പറയുന്നത് മണ്ണുത്തി ഫാമിൽ നിന്ന് കൊണ്ടുവരുന്നത്. മുളക് ഒരു ചേട്ടൻ അത് പോയിട്ട് മണ്ണുത്തിന്ന് പോയിട്ട് വാങ്ങിച്ച് കൊടുത്തിട്ട് വിൽക്കണം കേട്ടോ. രാവിലെ തന്നെ ഇയാൾ വരാറുണ്ട്, അതിനേ വരാറുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട്. ഞാൻ വാങ്ങിച്ച് കഴുകി വെക്കും നന്നായിട്ട്. എന്നിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞതിന് ശേഷം വൈകിട്ടേക്ക് ഉപ്പേരി വെക്കാറുള്ളൂ. ഇത് ഞാൻ വേഗം കഴുകി വെക്കിട്ടാ. ഒന്ന് ചെറുകൂടി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വൈകുന്നേരം വഴി കഴുകി. നല്ല ചീര കേട്ടോ, കണ്ടോ സൂപ്പർ ചീരയാണ് കേട്ടോ. സാധനം കുഴപ്പമില്ല, നല്ല ചീര കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ ചീര ഞാൻ കഴുകി വെക്കട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഞാൻ വെള്ളം മാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രത്തിൽ വെള്ളം മാലിട്ട് അപ്പോഴേക്കും ഞാൻ ചാളയൊക്കെ നന്നാക്കി സെറ്റാക്കട്ടെ. ചാള കറി വയ്ക്കാം. ഇനി ഞാൻ ഈ ചാള നന്നാക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് വേഗം നന്നാക്കി കഴിയാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചാള നന്നാക്കുമ്പോൾ പൈപ്പ് തുറന്നിട്ടിട്ട് നന്നാക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ഈ ചാള നന്നാക്കി കഴിയും. 1 കിലോ ചാള ഇട്ടിട്ട് ഞാൻ ഇത് നന്നാക്കി 15 മിനിറ്റ് എടുത്തോളൂ. വേഗം നന്നാക്കി കഴിയും. പൈപ്പ് തുറന്നിട്ട് പിടി നന്നാക്കാൻ പറ്റൂട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാള സെറ്റായില്ലെങ്കിൽ ഞാൻ എനിക്ക് തേങ്ങ അരച്ച് കറി വയ്ക്കട്ടെ കേട്ടോ. ചാള സാധാരണ വെക്കണ പോലെ ഒരു കറി വെക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചാള ഫ്രഷായിട്ട് നല്ല ചാളയാണ് കാണുമ്പോഴൊക്കെ. കറി വെച്ച് വരുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊന്നും ടേസ്റ്റ് വരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇന്നലെ ഞാൻ അതിൽ വാങ്ങിച്ച് വെച്ചതുപോലെ തന്നെ. അപ്പോൾ ഇന്ന് വെച്ച് തിരിഞ്ഞൊന്ന് പുറത്തേക്ക് പോകണം എനിക്ക്. അപ്പോൾ അങ്ങനെ സാരിയൊക്കെ വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ കൊടുക്കണം എനിക്ക്. പിന്നെ കളർ കയറ്റാൻ കൊടുക്കണം. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ചാള കറി വയ്ക്കട്ടെ കേട്ടോ. ചാളയും ചീരയൊക്കെ ചീര അരിഞ്ഞ് വയ്ക്കണോ, വൈകുന്നേരം കറി വയ്ക്കണോ. ചാള കറി വെച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ്റെ പണി കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ലിജോൻ്റെ ചിക്കനും സെറ്റ് ആക്കണം കേട്ടോ. അത് ചെയ്തിട്ടോ. രാവിലെ അങ്ങനെ ഞാനും അപ്പോൾ 2 ഭൂരി കണ്ടിട്ട് ഞാനും കഴിക്കട്ടെ. മണി 10 വിശന്ന് തുടങ്ങി. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ. മറ്റു ചായക്ക് എന്തെങ്കിലും ഞാൻ കഴിക്കാറുണ്ടേ, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാനിത് കഴിക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ ചാളയൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതാണെങ്കിൽ ഇനി അടിച്ചു വരണം, കുറേ പണികളുണ്ട്. ഞാൻ അപ്പോൾ അത് കഴിക്കട്ടെ കേട്ടോ. ചോറ് വെന്ത് കിട്ടിയിട്ടാ. ഞാനപ്പോൾ ചോറ് ഊറ്റിയൊക്കെ അതിനകത്തേക്ക് ചെറിയ ചോറാണ് കേട്ടോ. ചോറ് വെന്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പണി ചെയ്യുന്നു. ഞാനപ്പോൾ ചോറ് എനിക്ക് തലേദിവസത്തെ ഉണ്ടാകുമ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് കഞ്ഞി വേണ്ടല്ലോ. അപ്പനെ മാത്രമല്ല കഞ്ഞി വേണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ നന്നായി ചൂടാക്കി അപ്പനെ കഞ്ഞി കുടിച്ച് അപ്പൻ്റെ പരിപാടി കഴിയും. കാലത്തെ പരിപാടി അപ്പൻ്റെ കഴിയും. അപ്പോൾ ഞാൻ ഈ ചോറായിട്ട് വെന്തോളൂ. വൈകുന്നേരം എനിക്ക് നല്ല ചൂടായിട്ട് കിട്ടുന്ന ചോറ് അങ്ങനെ ഞാൻ ചോറ് ഊറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് 3 അരി കിട്ടണം. ഞാൻ ജോസിന് പണിയുണ്ട് ജോസറിന. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചോറിനാൻ വരുമ്പോഴേക്കും ചൂടുള്ള ചോറായിക്കോട്ടെ അല്ലേ. അവിടെയൊക്കെ കാറ്റുണ്ടെന്ന് ചോദിക്കുന്നു. ഭയങ്കര കാറ്റുണ്ട് ഞങ്ങളുടെ തെരുവിൽ. എനിക്ക് കാല് ഭയങ്കര തണവാണ് വരണം. കാറ്റിൻ്റെ തണവ് നല്ല കാറ്റ് വീശുന്ന പറഞ്ഞാൽ നല്ല കാറ്റാണ്. ഇവിടെ അപ്പം പറയും എല്ലായിടത്തും കാറ്റ് കഴിഞ്ഞിട്ട് തിരൂർക്ക് കാറ്റ് എത്താൻ ഏറ്റവും ലാസ്റ്റാണെന്നാണ് പറയുക. അങ്ങനെ വീശി വരുമ്പോൾ തിരൂര് തെക്കിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ലാസ്റ്റിലേക്ക് കാറ്റ് എത്താന്ന് പറയുക. ആൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ആളവിടെ കസേരയിലൊക്കെ പറയുന്നത് അങ്ങനെ വരികയാണ്. അപ്പം ഭയങ്കര കാറ്റ് 2 ദിവസമായിട്ട് ഇന്നലെയുമായിട്ട് നല്ല കാറ്റാണ്.
അന്ന് നല്ല കയ്യും കാലം ധരിക്കും, എല്ലാവർക്കും നല്ല സുഖം. തണവ് വന്നു കഴിഞ്ഞാലല്ലേ. ചാളയ്ക്ക് ഞാൻ നാളികേരം ചേരട്ടെ. നമ്മുടെ ഈ നാളികേരം വെട്ടുമ്പോണ്ടല്ലോ എനിക്ക് കാരണന്മാര് പറയും, നാളികേരം വെട്ടുമ്പോൾ ഒരു മുറി ഇങ്ങനെ ചെറുതാവുമ്പോൾ ഈ ഭാഗമുള്ള മുറി വലുതായി, ഈ പകുതി ഭാഗം ഈ കണ്ണുള്ളതുണ്ടല്ലോ അത് വലുതായി വരുമ്പോൾ പറയും വീട്ടിൽ പെണ്ണ ഭരിക്കാൻ പറയും. പണ്ടത് ആൾക്കാർ പറയുന്നത് ആണല്ല ഭരിക്കാൻ പറയും. ഇത് വലുതാവുമ്പോൾ ആണ് ഭരിക്കുന്നു പറയും. അങ്ങനെ പറയും. നിങ്ങൾക്ക് അങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ. ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയില്ല. ഈ തനി ഇപ്പം ഇത് സാമാണല്ലേ, ഞാൻ ഇപ്പം ഇത് വെട്ടിയത് സാമാണല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പം എന്നിട്ട് പറയാനാവോ? അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് പറഞ്ഞോണ്ട ഗൈസ്. പണ്ടത്തെ കാരണന്മാരെ കുറേ പഴഞ്ചൊല്ലികളുണ്ടല്ലോ പാവങ്ങള്. പക്ഷെ അത് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ അല്ലേ. ഇപ്പോഴത്തെ കാലത്ത് എന്താണ് കാലം നമ്മൾ പറയുമ്പോൾ തന്നെ എടുക്കാൻ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് മതങ്ങൾ പറയുന്നത് എടുക്കാൻ തന്നെ മക്കൾക്ക് പറ്റാത്ത കാലം. അവർക്ക് അവരുടേതായ തീരുമാനങ്ങളും കാര്യങ്ങളും മക്കളെ അറിവും ബുദ്ധി അത്രയും വലുതാണ് അല്ലേ. പരിപാടിയൊന്നും അല്ല. ഞാൻ തേങ്ങ കുറച്ച് ചെറിയത് ചാളയിൽ അരച്ച് കുത്തിയ കൂട്ടാൻ്റെ പണിയിൽ കൂടിയിട്ട് അവിടെ പുളി ഇരിക്കുന്നത് അതിട്ട് വെക്കാൻ. അപ്പോൾ ആ പണി കഴിഞ്ഞ് വൈകുന്നേരത്ത് വളരെ അവസ്ഥയും മീൻ കൂട്ടാൻ പണിയായി. ദിവസം കുറച്ച് മീനാറുണ്ടെങ്കിൽ ചോറും തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ആക്ച്വലി പ്രസവിക്കാതെ ഡേറ്റുകളൊക്കെ അടുത്തൊടുങ്ങി. ഇന്ന് പോയി ഡോക്ടർ പറയും 30 ദിവസം കൂടി ഉണ്ടെന്ന് ഡോക്ടർക്ക് അറിയാം. പിന്നെ അവളെ കൊണ്ട് ഡോക്ടർക്ക് പോകണം, അങ്ങനെ തൃശ്ശൂർ പോകണം. അങ്ങനെ വിചാരിച്ചിട്ടൊന്നും ഞാൻ നിൽക്കണം കേട്ടോ. അങ്ങനെയുള്ള കാര്യം എനിക്ക് ജോസഫിനെ വരാൻ നേരം ചോറിനാനായിട്ട് കൂട്ടുകാർ എവിടെയാണ് പണിയാണ്. ഒരു വീട് ലീക്ക് മാറ്റാനായി മുകളിൽ ചോറിനിട്ട് സ്ലാബുമ്പോൾ പരട്ടം തീർക്കാൻ പണിയാണ്. അപ്പോൾ ഇന്നലെ വന്നിട്ട് പറയുന്നത് എനിക്കിപ്പോൾ ഇരിക്കാനൊന്നും പറ്റില്ല, കാലിൻ്റെ മുട്ടും പറ്റില്ല. അതേ എനിക്ക് പറ്റാത്ത വയസ്സായി. അതെത്ര വണ്ണം കുറഞ്ഞാലും അത് വരുന്നുണ്ട് കേട്ടോ ബോഡിയിലല്ലേ. അത് റെസ്റ്റാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ എനിക്ക് അത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ വെറുതെ എടുത്തപ്പോൾ നീരും അതെയാണ് മോനോട് പറഞ്ഞത്. പിന്നെ ചീത്ത പറയുമ്പോൾ ആണ്. പക്ഷെ നമ്മളിത് നമുക്കങ്ങനെ കൂടി കൊടുത്ത് ചീത്തയുള്ള കാശൊന്നും നമ്മളെല്ലാവരും പണിക്ക് പോയി അന്നാന്ന് ഒരു കാശോടുള്ള ഒരു ഇത് മാത്രം ഒരു കുറേ സ്ഥലത്തോ ഒന്നുമില്ല. ഞങ്ങൾക്ക് പണി എടുത്തുണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. അല്ല 5 മക്കളിൽ കൂട്ടാൻ വേണ്ടിയുള്ളൂ. ഒരു കുറേ സ്ഥലത്തൊന്നും പറയാനില്ല. മക്കൾക്ക് കിട്ടാവുന്നില്ല. ഒക്കെ അവരുടെ പണിയുള്ള കാശോടുള്ള ജീവിതം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അടുക്കളയൊക്കെ ഫിനിഷിങ് ആയിട്ടാ. ഓക്കേ, ഇനി നമുക്ക് മീൻകറി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീൻകറി ആവണമല്ലോ കേട്ടോ. എല്ലാം മീൻകറി എല്ലാം സെറ്റായി. അത് വൈകുന്നേരത്തേക്കാണ് വേണ്ടു. ഉച്ചത്തേക്ക് അതിലക്കറി ഇരിക്കുന്നുണ്ട് അപ്പനുള്ളത്. അപ്പോൾ അത് ആയത്തിൽ വേവട്ടെ. ചെറിയ തീയിൽ വെച്ചെടുക്കുക അവനെ കണ്ടോ. അവിടെ ഇങ്ങോട്ടവൻ വേവിട്ടേ കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഈ ചീര ഒന്ന് സെറ്റാക്കി വയ്ക്കുകയാണ്. ചീര മുറിച്ചെടുക്കട്ടെ തണ്ടുന്നേ. ചീര ഞാൻ അരിഞ്ഞു സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം നമുക്കിത് വെക്കാം കേട്ടോ. ഉപ്പേരി ഞാനിപ്പോൾ വയ്ക്കണില്ല. ചാളക്കറി വെച്ചത് ഇരിക്കുന്നുണ്ട്. ഇതാകുമ്പോൾ വൈകുന്നേരത്തേക്ക് കഴിയും, എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. ഓക്കെ, നമ്മൾ നന്നായി ഇങ്ങനെ അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചാൽ നല്ല രുചിയായിട്ട് വെള്ളം വറ്റി തീരെ വെള്ളമില്ലാണ്ട് നമ്മളിങ്ങനെ ആക്കി. ഇനി വൈകുന്നേരം നമുക്ക് നന്നായി ഡ്രൈ ആയുള്ളൂ കേട്ടോ. നല്ല ചീരയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറി 3:30 ഞങ്ങൾ ആശ്രയം കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ കണ്ടു, കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ അടുത്ത ആഴ്ചയും ചെല്ലാൻ ഡോക്ടറെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തൃശ്ശൂർ എത്തിയപ്പോൾ അവൻ പറഞ്ഞു അമ്മേനെ വേണമെങ്കിൽ ജോലി സ്ഥലത്താക്കി തരാം, അവൻ 5 മണിക്ക് തിരൂർക്ക് തിരിച്ചെത്തണം ട്യൂഷൻ എടുക്കുക. അങ്ങനെ അവൾ ചായ കുടിക്കുന്നു പറഞ്ഞപ്പോൾ ഞങ്ങളൊരു അവിടെ നമ്മുടെ റൗണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കടക്കാനാണ് നിൽക്കുന്നത്. വിയ്യൂരുള്ളത് നല്ല വലിയൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവൾക്കൊരു ചായ മേടിച്ചു കൊടുക്കുക, എല്ലാവർക്കും ഓരോ ചായ കുടിക്കാം. പിന്നെ 4 മണി ആറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിട്ട് അപ്പോൾ അവിടെ സ്വീറ്റ്സ് ടീയുടെ പലഹാരം ഉണ്ട് എല്ലാവരും. അവർ രണ്ടാളും ഓരോന്ന് വാങ്ങിച്ചു. പിന്നെ ഞാൻ ചായ കുടിച്ചു.
അങ്ങനെ ഇതാണ് റൗണ്ട് ഹോട്ടൽ, വലിയ ഹോട്ടലായിട്ട് അതിൻ്റെ ഉള്ളിൽ എ സി റൂം എല്ലാ സങ്കടം ഇതുകൊണ്ട് സെറ്റപ്പ് കൊണ്ടിട്ട് ഭയങ്കര വലിയ ഹോട്ടലാണ്. കണ്ടമാനം തിരക്കൊണ്ടിട്ട് രാത്രിയിൽ ഭയങ്കര തിരക്കാണ്, ബസ്സൊക്കെ കയറണം നേരത്ത്. അങ്ങനെ അവിടെ നിന്ന് തന്നെ ജോലി സ്ഥലത്ത് കൊടുന്നാക്കി ഇതൊന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കണ്ട് സന്തോഷമായി, അവരോട് വർത്താനം പറഞ്ഞു. കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ നമ്മുടെ കുറച്ച് ദിവസം പോകാത്ത ആ വിഷമം തീർന്നു കിട്ടി. അങ്ങനെ ഞാൻ വരാറുള്ള പതിവ് പോലുള്ള ബസ്സിൽ വന്നു കേട്ടോ. അപ്പം ഞാൻ ജോലി സ്ഥലത്ത് പോയിട്ട് ജോലി സ്ഥലത്ത് വീട് എത്തിയിട്ടാ പതിവ് പോലെ 6:45 സമയമായി. അപ്പോൾ രാവിലെ തൊട്ട് എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ കടയിൽ ജോൺസൺ കൊണ്ടുവരുന്ന ഗ്ലോബൽ സൈറ്റ് എന്ന് പറയുന്ന സൈറ്റിലത്തെ ചേട്ടന് ആൾക്ക് അങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ തേൻ വെളുത്തുള്ളി ഒരു പാക്കറ്റ് ഞാൻ അവിടെ സ്റ്റോക്ക് വയ്ക്കാൻ പറഞ്ഞു, എനിക്ക് മേടിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ആളത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി മേടിക്കാൻ വേണ്ടി ഞാൻ പിന്നെ ഇപ്പോൾ ആൾ പുതിയൊരു സാധനം ഇറക്കിയിട്ട് ബനാന ഫിഗ് എന്ന് പറയുന്ന സാധനം, അത് 100 ഗ്രാം അത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. ചിപ്സാണത് ഈ സാധനം, ഇത് നല്ല രസമുള്ള സാധനം കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കപ്പലണ്ടിയാരുടെ ഒരു പൈറ്റ് കപ്പലണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീടെത്തി 7 മണിയായി. അപ്പം എല്ലാവരും എൻ്റെ ചെറിയ വീഡിയോ കാണും കേട്ടോ. എനിക്ക് ചീര വെക്കാനുണ്ട്, ചീരക്കറി വെക്കാം. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ചീര ഞാൻ ഇനി വൈകുന്നേരത്തേക്ക് വെക്കാതെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ പണി ഇനിയുള്ള പിന്നെ ഒന്ന് തുടയ്ക്കണം. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ കേട്ടോ. ഇന്ന് രാവിലെ തൊട്ട് ഇതുവരെയുള്ള അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ കിട്ടുന്നത്. എല്ലാവർക്കും ബൈ.